പിണറായി വിജയന്റെ വീടിന് മുമ്പിലുള്ള ജീപ്പ് മാറ്റുന്ന കാര്യം സുരക്ഷാ സമിതി വിലയിരുത്തി തീരുമാനിക്കും. അദ്ദേഹത്തിന് Z+ സുരക്ഷയുണ്ടായിരുന്നതിനാലാണ് അങ്ങനെയൊരു സംവിധാനം ഏർപ്പെടുത്തിയിരുന്നതെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കണ്ണൂർ DCC ഓഫീസിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയ്യിൽ പോലീസ് സ്റ്റേഷന് ആവശ്യമായ ഫണ്ട് അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മയ്യിൽ ഒരു പോലീസ് സ്റ്റേഷൻ നമ്മുടെ DCC പ്രസിഡന്റും തളിപ്പറമ്പ് MLA ശ്രീ മാസ്റ്റർ ഈ കാര്യം പറഞ്ഞതാണ്. മയ്യിൽ പോലീസ് സ്റ്റേഷന് ആവശ്യമായ ഫണ്ട് അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തേത് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് കമ്മീഷണർ ഓഫീസ് മാറ്റുന്നതാണ്. ചില നിയമ തടസ്സങ്ങൾ മാത്രമേ, ചെറിയ പ്രശ്നങ്ങളാണ്. അത് പരിഹരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഓണത്തിന് മുമ്പ് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതാണ്. മൂന്നാമത്തെ ശ്രീ പിണറായി വിജയന്റെ വീടിന്റെ മുമ്പിൽ ഒരു ജീപ്പ് കുറെ കാലമായി കിടക്കുന്നതാണ്. അത് അതിന് അദ്ദേഹം Z+ സെക്യൂരിറ്റി ഉള്ള ആളായിരുന്നു. അപ്പൊ അങ്ങനെയാണ് പോലീസ് അവിടെ സ്ഥിരമായ വീടിന് ഉണ്ടായത്. പോലീസിന്റെ സെക്യൂരിറ്റി കൊടുക്കുന്നത് ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയാണ് പരിശോധിച്ച് 6 മാസം കൂടിയിരിക്കുമ്പോൾ ആ കമ്മിറ്റി വിലയിരുത്തും. സെക്യൂരിറ്റി കൊടുക്കണോ വേണ്ടയോ എന്നെല്ലാം തീരുമാനിക്കുന്ന കമ്മിറ്റിയാണ്. അതിനകത്ത് ആഭ്യന്തരമന്ത്രിക്ക് ഒരു റോളുമില്ല. അപ്പൊ ആ കമ്മിറ്റിയുടെ മുമ്പാകെ ഇപ്പൊ ഞാൻ കമ്മിറ്റി കൂടാൻ പോകണം. കാരണം ചിലർക്കൊക്കെ ചുമ്മാ ഒരു ആവശ്യമില്ലാതെ പോലീസ് സെക്യൂരിറ്റി കൊടുക്കാനുള്ള പരാതിയുണ്ട്. അപ്പൊ അതെല്ലാം പെർസെപ്ഷൻ, അക്രമം അല്ലെങ്കിൽ ജീവനഹാനിയുണ്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റി ആവശ്യമുണ്ടെന്നുള്ള പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നതാണ്. ഏതായാലും കമ്മിറ്റി അത് പരിശോധിക്കട്ടെ. പരിശോധിച്ച് അത് ആവശ്യമില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അത് മാറ്റാനുള്ള നടപടി സ്വീകരിക്കും. ഓണത്തിനു മുമ്പ് തന്നെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറും. ചെറുപുഴ പഞ്ചായത്ത് സ്ഥലം കണ്ടെത്തി തന്നാൽ പോലീസ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കും. എല്ലാ പോലീസ് സ്റ്റേഷനും നവീകരിക്കും. എല്ലാ സ്റ്റേഷനും ഒരേ പെയിന്റ് അടിക്കും. 64 സ്റ്റേഷനുകൾ ഒഴിച്ച് ബാക്കി സ്റ്റേഷനുകളിലെല്ലാം SI-മാർക്ക് വീണ്ടും ചുമതല നൽകും. സ്വാതന്ത്ര്യദിനത്തോടുകൂടി പുതിയൊരു മുഖം പോലീസിനുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ചെറുപുഴ പോലീസ് സ്റ്റേഷനുള്ള സ്ഥലമാണ്. കെട്ടിടത്തെ പറ്റിയെന്ന് പരാതിയുണ്ട്. അത് പരിശോധിച്ച്, കാരണം സ്ഥലം കിട്ടുകയാണെങ്കിൽ പോലീസിന് ഫണ്ട് അനുവദിക്കാം. അത് പഞ്ചായത്ത് സ്ഥലം കണ്ടെത്തി തന്നാൽ പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാനുള്ള സ്ഥലം തീർച്ചയായിട്ടും അവിടെ കണ്ടെത്തും. ഇത്രയും കാര്യത്തിൽ പയ്യന്നൂരിലെ ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ ആരോഗ്യമന്ത്രിയുമായി തിരുവനന്തപുരത്ത് ഞാൻ സംസാരിച്ച് അതിന് സത്വര നടപടികൾ കൈക്കൊള്ളും. അപ്പൊ ഇന്ന് മാതൃഭൂമി, മനോരമ, കേരളമുഖി തുടങ്ങിയ എല്ലാ പത്രങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. ആ വാർത്തകളോടാണ് ഞാൻ പ്രതികരിച്ചത്. കാരണം മറ്റൊരു അവസരം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത്. തീർച്ചയായിട്ടും കണ്ണൂർ ജില്ലയിലെ പോലീസ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുവാനും ഇവിടുത്തെ പോലീസിന്റെ പരാധീനതകൾ, കാരണം ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണല്ലോ പോലീസ്. ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വന്നു ചേരാൻ കഴിയുന്ന ഒരു മേഖലയാണ്, സ്ഥാപനമാണ്. കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും നമ്മൾ നവീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരേ പെയിന്റ് ആയിരിക്കും കേരളത്തിലെ പോലീസ് സ്റ്റേഷനെല്ലാം. ഓഗസ്റ്റ് 15 കേരളത്തിലെ പോലീസിന്റെ മുഖം മാറുകയാണ്. നേരത്തെ SI, CI, DYS അതായത് സംവിധാനം. കഴിഞ്ഞ LDF ഗവൺമെന്റ് കാലത്ത് CI-മാർക്കായിരുന്നു പോലീസ് സ്റ്റേഷന്റെ ചുമതല, SHO. നമ്മളത് മാറ്റാൻ പോവാണ്. SI-ക്കാണ് പോലീസ് സ്റ്റേഷന്റെ ചുമതല. SI-ആയിരിക്കും പോലീസ് സ്റ്റേഷനിലെ SHO. 63 സ്റ്റേഷൻ ഒഴിച്ച്, കാരണം 63 സ്റ്റേഷൻ ഏറ്റവും കൂടുതൽ തിരക്കുള്ള കണ്ണൂർ, കോഴിക്കോട് സിറ്റി, കണ്ണൂർ സിറ്റി, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കന്റോൺമെന്റ്, കൊച്ചി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം 64 സ്ഥലങ്ങളിൽ CI-മാരും ബാക്കി എല്ലാ 478 പോലീസ് സ്റ്റേഷനാണ് കേരളത്തിലുള്ളത്. ബാക്കി എല്ലായിടത്തും പോലീസ് സ്റ്റേഷൻ ഭരണം ഇനി SI-ക്കായിരിക്കും. CI മേൽനോട്ടമായിരിക്കും. 3-4 സ്റ്റേഷനിലെ ചുമതല പഴയതുപോലെ CI-ക്കായിരിക്കും. അങ്ങനെ ഒരു സിസ്റ്റം മാറ്റുകയാണ്. കാരണം ഇതൊരു പരാജയമാണെന്ന് ഞാൻ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. DGP-യുടെ നേതൃത്വത്തിൽ ആ കമ്മിറ്റി പരിശോധിച്ച് റിപ്പോർട്ട് നൽകി. ഇത് ക്രമസമാധാന നില ഭദ്രമാക്കാൻ ഇത് ഗുണം ചെയ്യുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് അത് മാറ്റാൻ തീരുമാനിച്ചത്.